എല്ലാവർക്കും SR കറി വേഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കരിമീൻ പൊള്ളിച്ചത്. അടിപൊളി കരിമീൻ പൊള്ളിച്ചത് നമുക്ക് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ 2 കരിമീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 10-15 ചെറിയ ഉള്ളി, 5-6 വെളുത്തുള്ളി, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് കരിവേപ്പില, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി. ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ എടുത്തു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് ചെറുതായി വഴറ്റുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയിട്ട് ഇളക്കി പച്ചമണം മാറിയാൽ ഗ്യാസ് ഓഫ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം ചെറിയ ജാറിലേക്ക് ഇത് ഇട്ട് കുറച്ച് അരയ്ക്കാൻ പാകത്തിന് കുറച്ച് വെള്ളമൊഴിച്ച് പേസ്റ്റ് പോലെ അരയ്ക്കുക. ഈ അരപ്പ് 2 പാത്രത്തിലാക്കി വയ്ക്കുക. ഒന്ന് മീനിൽ തേക്കാനും ഒന്ന് മസാലയ്ക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ അരപ്പിലേക്ക് 1/2 ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർക്കുക. നന്നായി മീനിൽ മസാല തേച്ച് പിടിപ്പിക്കുക. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. റെസ്റ്റ് ചെയ്യാൻ വെച്ച മീൻ ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കുക. അതേ പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു മീഡിയം സബോള പൊടിയായി അരിഞ്ഞത് ഇടുക. കുറച്ച് കറിവേപ്പില ഇടുക. എന്നിട്ട് ചെറുതായി വഴറ്റിയെടുക്കുക. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. മസാലയിൽ ഓൾറെഡി ഉപ്പുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഒരു നുള്ളിട്ടത്. മാറ്റി വെച്ച മസാല ഇട്ട് കൊടുക്കുക. ആ പാത്രം കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറിയാൽ ഗ്യാസ് ഓഫ് ചെയ്യുക. മീൻ പൊതിയാൻ പാകത്തിന് വാട്ടിയ വാഴയില എടുത്ത് അതിലോട്ട് ഷാലോ ഫ്രൈ ചെയ്ത മീൻ വെച്ച് ഉണ്ടാക്കിയ മസാല മീനിൻ്റെ മുകളിലും അടിയിലും നന്നായി തേച്ച് കൊടുത്ത് ഇതിൽ കാണിക്കുന്ന പോലെ പൊതിഞ്ഞെടുക്കുക. വീണ്ടും ഒരു കടായി അടുപ്പത്ത് വയ്ക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായി വരുമ്പോൾ ഈ പൊതിഞ്ഞ് വെച്ച മീൻ അതിലോട്ട് വെച്ച് മൂടി വെച്ച് 2-3-4 മിനിറ്റ് വേവിക്കുക. അതിനുശേഷം മറിച്ചിട്ട് 2-3-4 മിനിറ്റ് വീണ്ടും വേവിക്കുക. എന്നതിന് ശേഷം എടുക്കുക. അടിപൊളി കരിമീൻ പൊള്ളിച്ചത് റെഡി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക് യു.